എന്താ രക്ഷപ്പെടാൻ നോക്കിയതാ? നടന്നില്ലല്ലേ? ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ ബേബി പേർ? നീ ചെയ്തേന് എനിക്ക് എത്ര ദേഷ്യം വരുന്നുണ്ടെന്നറിയോ? പക്ഷെ ഞാനിത് കൺട്രോൾ ചെയ്യാം. കുസിയണവായി എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തെ? ഈ ലോകത്ത് ഞാനിപ്പോൾ ഏറ്റവും വെറുക്കുന്നത് എന്താണെന്നറിയോ? നിന്റെ നാവ് കൊണ്ട് എന്നെ ഇഷ്ടമല്ലാന്ന് കേൾക്കുന്നത്. ഡോണ്ട് യു ഡെയർ ടു സേ ദാറ്റ് വേർഡ് അഗൈൻ ബേബി ബെയർ. പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. നിനക്ക് എന്തിൻ്റെ കുറവാത്തയാ ഞാൻ വരുത്തിയേക്കുന്നേ? നിന്നോട് മോശമായിട്ട് പെരുമാറിയോ ഞാൻ? നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിന്നെ ടച്ച് ചെയ്തോ? ഇല്ലല്ലോ. വസ്ത്രത്തിന് വസ്ത്രം, ഭക്ഷണത്തിന് ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തരുന്നില്ലേ? ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ട പറ. കണ്ണി കണ്ടെടുത്ത് കയറി ഇറങ്ങി വല്ലവൻ്റെ ആട്ടും തുപ്പും കേൾക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ നിനക്ക്? ഇല്ലല്ലോ. പൊന്നുപോലും നിന്നെ നോക്കുന്നില്ലേ? ഇതാണോ സ്നേഹം? ഇങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കുക? സ്നേഹം എന്ന് പറഞ്ഞത് പിടിച്ചു വാങ്ങാനുള്ളതല്ല. സ്നേഹം എന്താന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല തയ്യ. എന്നെ ഇതുവരെ ആരും സ്നേഹിച്ചിട്ടില്ല. ആ വാക്കിൻ്റെ അർത്ഥം എന്താന്ന് ഇതുവരെ എനിക്കറിയില്ല. ആദ്യമായിട്ട് ഒരാളെ എനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നിയത് നിന്നെയാ. അതുകൊണ്ടാ മുന്നും പിന്നും നോക്കാതെ നിന്നെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. നിന്നെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ആർക്കും ആവില്ല തയ്യ. സമ്മതിക്കില്ല ഞാൻ. തടസ്സമായിട്ട് വരുന്ന എല്ലാവരും ഞാൻ കൊല്ലും, ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ. എന്നിൽ നിന്ന് ഓടിയകലാൻ നിനക്കാവില്ല തയ്യ. ഈ ലോകത്തിൻ്റെ ഏത് കോണി പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. Because you are stuck with me forever. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? എനിക്ക് പേടിയാവുന്നു കേട്ടിട്ട്. ഇത് സ്നേഹമല്ല, this is obsession. എൻ്റെ സ്നേഹത്തിന് നീ കണ്ടെത്തിയ വാക്ക് ഒബ്സഷൻ എന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. But you my kitten, you can't run away from me. നീ എത്ര ആഗ്രഹിച്ചാലും ഒരിക്കലും നിനക്കതിന് സാധിക്കില്ല. നീ പോകും എൻ്റെ ശവത്തി ചവിട്ടി. സ്നേഹം എന്താന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല തയ്യ. എന്നെ ഇതുവരെ ആരും സ്നേഹിച്ചിട്ടില്ല. ആ വാക്കിൻ്റെ അർത്ഥം എന്താന്ന് ഇതുവരെ എനിക്കറിയില്ല. നിന്നെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ആർക്കും ആവില്ല തയ്യ. സമ്മതിക്കില്ല ഞാൻ. തടസ്സമായിട്ട് വരുന്ന എല്ലാവരും ഞാൻ കൊല്ലും, ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ. ഞാൻ പറയാം, പക്ഷെ ഞാനാ ഇത് പറഞ്ഞത്. ആരോടും നീ പറയരുത് കേട്ടോ. ഇല്ല ചേച്ചി, പറ. ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ ബേബി പേർ? ചേച്ചി ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ അയാള്? ദൈവമേ. എന്തിനാ സാവിത്രി നീ ഇങ്ങനെ ചെയ്തേ? തേക്ക് മുന്നേ ഇതുവരെ ഒരു പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടോ? പറ. ഇല്ല സർ. അപ്പോൾ പിന്നെ തേയെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണത്തില്ലേ? കാണും സർ. സോ ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് സാവിത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി സർ. ചെയ്ത തെറ്റായിപ്പോയി, ക്ഷമിക്കണം. തേയ എൻ്റെ ജീവനാ. അപ്പോൾ അവളെ രക്ഷപ്പെടാൻ സഹായിച്ചതിലൂടെ എന്നിൽ നിന്നും എൻ്റെ ജീവനെ തട്ടിയെടുക്കാനല്ലേ നീ ശ്രമിച്ചത്? അത് ക്ഷമിക്കാൻ പറ്റുന്ന കുറ്റമാണോ സാവിത്രി? പറ. ഉണ്ട ചോറിന് നന്ദികേടല്ലേ സാവിത്രി നീ കാണിച്ചത്?
അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. സാർ എൻ്റെ ദൈവമാ. ഞാൻ സാറിനെ ധിക്കരിക്കണമെന്ന് കരുതിയിട്ടല്ല അങ്ങനെയൊക്കെ ചെയ്തത്. തേയക്കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ സഹായിച്ചത്. തേയക്ക് എൻ്റെ മോളുടെ അതേ പ്രായമായതുകൊണ്ടാണ് എനിക്ക് അവളുടെ കണ്ണീര് കാണാൻ പറ്റാഞ്ഞത്. സാറ് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. എന്നെ കൊന്നോളൂ, എനിക്കതിൽ പരാതിയില്ല. പക്ഷേ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. എൻ്റെ മോൾക്ക് ഒരു കുറവും വരുത്താതെ നോക്കണം. എന്നെ കൊന്നോളൂ സർ. വേണ്ട, നിർത്ത്. ഓ ബേബി ബെയർ, നീ ഉറങ്ങിയില്ലായിരുന്നോ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നേരെ ഇത്രയും വൈകിയില്ലേ? പ്ലീസ് ചേച്ചീനൊന്നും ചെയ്യല്ലേ. ഞാൻ കാല് പിടിക്കാം പ്ലീസ്. കുഞ്ഞ്, നീ അകത്ത് പോ. ഇല്ല ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് എന്നോട് തന്നെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഈ ജീവിതത്തിൽ. ചേച്ചി എന്നെ സഹായിക്കല്ലേ ചെയ്തേ. ചേച്ചി അതല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഞാനല്ലേ. എന്നെ കൊല്ല്. നിങ്ങൾക്ക് ആരെങ്കിലും കൊന്നാ പോരെ? ഞാൻ ചാവാം. എന്നെ കൊല്ല്. നിനക്കെന്താ പ്രാന്തായോ? നീ എന്തൊക്കെയാ പറയുന്നേ? ആ, എനിക്ക് പ്രാന്ത, മുഴു പ്രാന്ത്. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ സത്യമായിട്ടും ചത്തുകളയും. നിനക്ക് എന്താ വേണ്ടേ? സാവിത്രി ഞാൻ വെറുതെ വിടണം അല്ലേ? ഓക്കെ സാവിത്രി, നീ കയറിപ്പോ. നീ ഒരിക്കലും നിന്റെ നാവുകൊണ്ട് നീ അങ്ങനെയൊന്നും പറയരുത്. നിനക്കൊരു പോറൽ പോലും ഇരിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഐ എം സോറി, റിയലി സോറി. സത്യമായിട്ടും ചത്തുകളയും. എടാ സാറ്, ദ ഗ്രേറ്റ് ജിയോൺ ജംഗുക്ക് സോറി പറഞ്ഞടാ. വാട്ട് എ മിറാക്കിൾ. അത് കണ്ടിട്ട് തന്നെയാണ് ഞാനും വന്ദിച്ചേക്കുന്നത്. ഇതുവരെ ഒരാളുടെ മുമ്പിലും തല കുനിക്കാത്ത, വരച്ചുകൊണ്ട് സംസാരിക്കാത്ത ജിയോൺ ജംഗുക്ക്, ദ ഗ്രേറ്റ് മാഫിയ കിങ്, ഒരു സാധാരണ പെൺകുട്ടിയുടെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് വരച്ചുകൊണ്ട് സോറി പറഞ്ഞേക്കുന്നു. ഇത്രയും സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിന് ആരാ ഇവള്? ഹൂ ഈസ് ഷീ? നീ ഒരിക്കലും എൻ്റെ ലാഭമുണ്ട് നീ അങ്ങനെയൊന്നും പറയരുത്. നിനക്കൊരു പോറൽ പോലും എടുക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഐ എം സോറി, റിയലി സോറി. ആദ്യമായിട്ട് ഒരാളെ എനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നിയത് നിന്നെയാണ്. പള്ളിക്കടുത്ത് കയറി ഇറങ്ങി വല്ലവൻ്റെ ആട്ടും തുപ്പും കേൾക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ നിനക്ക്? ഇല്ലല്ലോ. പൊന്നുപോലെ തന്നെ നോക്കുന്നില്ലേ? എത്ര ദേഷ്യം വരുന്നുണ്ടെന്നറിയോ? പക്ഷെ അത് കൺട്രോൾ ചെയ്യാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അയാൾ പറഞ്ഞ ഓരോ വാക്കും എന്നെ ഹോണ്ട് ചെയ്യുവാണല്ലോ കർത്താവേ. ഇത്രയും സ്വത്തും പണവും സമ്പാദ്യമുള്ള ഒരാൾ എന്തിനാ എന്നെപ്പോലൊരു പെണ്ണിന്? അയാൾ പറഞ്ഞ പോലെ നല്ലവൻ്റെ ആട്ടുതുപ്പം കേട്ട് ജീവിച്ചിരുന്നവളല്ല ഞാൻ അവളുടെ അനാഥയല്ലേ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരാ ഉള്ളത്? സ്വന്തമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ ഇത് കണ്ടിട്ട് അയാൾ ഇനി ഇയാൾക്ക് ശരിക്കും പ്രാന്തായിരിക്കുമോ? ദയാ, എന്തൊക്കെയാണ് നീ വിചാരിക്കുന്നത്? ഞാനതൊന്നും വിചാരിച്ചു കൂട്ടണ്ട. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കണം.
ആരുടെയെങ്കിലും സഹായത്തോടെ രക്ഷപ്പെട്ടാലല്ലേ അയാൾ അവർ ഉപദ്രവിക്കും. എനിക്ക് സ്വയമേ രക്ഷപ്പെടാനായിട്ട് ആരുടെ സഹായം വേണ്ട. ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. But you, my kitten, you can't run away from me. ഇയാള് സമ്മതിക്കില്ല. കർത്താവേ, ഉറക്കം തരണേ.